നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഫ്രാൻസ് നോർവേയെ തകർത്തങ്ങ് തരിപ്പണമാക്കി. നോ ഹാലൻഡ് നോ പാർട്ടി എന്നുള്ളത് വെറുതെ പറയല്ല. കഴിഞ്ഞ 5 കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ ഹാലൻഡ് ഇല്ലാതെ, അതായത് ഹാലൻഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇല്ലാത്ത 5 കോമ്പറ്റീറ്റീവ് മത്സരങ്ങളും നോർവേ വിജയിച്ചിട്ടില്ല. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിവിടെ കണ്ടത്. 4-1 ഗംഭീര വിജയമാണ് ഫ്രാൻസ് നേടിയിരിക്കുന്നത്. ശരിയാണ്, പ്രധാന താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇറങ്ങിയത് നോർവേ. സോർലോത്ത് ഉണ്ടായിരുന്നില്ല, ഹാലൻഡ് ഉണ്ടായിരുന്നില്ല, ഒഡേഗാർഡ് ഉണ്ടായിരുന്നില്ല. ശരിയാണ്. എന്നാലും മുന്നേറ്റങ്ങൾ നയിക്കാൻ ഓസ്കാർ ബോബും അതുപോലെ തന്നെ ഷൂൾഡ്രപ്പും സ്ട്രാൻ ലാർസനും ഒക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് കിലിൻ എംബാപ്പെ, ഒസ്മാൻ ഡംബലെ, മൈക്കൽ ഒലീസെ, ഡിസേ ഡൂ എല്ലാവരും അങ്ങ് ഇറങ്ങിയപ്പോൾ പൊളിച്ചടുക്കിയ ഫ്രാൻസിനെയാണ് നമ്മൾ കണ്ടത്. ഒസ്മാൻ ഡംബലയുടെ ആദ്യ അരമണിക്കൂറിനുള്ളിൽ എന്ന് പറയാൻ പറ്റില്ല, 32 മിനിറ്റിനുള്ളിൽ പിറന്നൊരു ഹാട്രിക്ക്. പിന്നെ ഡിസേഡോവിൻ്റെ ഒരു ഗോള്, 4 ഗോളുകൾ അവരടിച്ചു. ആസ്ഗാർഡാണ് ഒരു ഗോള് നോർവേക്ക് വേണ്ടി മടക്കിയടിച്ചത്. മത്സരത്തിൻ്റെ 7ാമത്തെ മിനിറ്റിൽ തന്നെ ഉസ്മാൻ ഡംബലയുടെ ഗോൾ പിറക്കുന്നു. വാവ്, അതൊരു കിടിലൻ ഗോളായിരുന്നു. തീർച്ചയായിട്ടും ഉസ്മാൻ ഡംബലയ്ക്ക് കിലിൻ എംബാപ്പെ കൊടുത്ത ബോളും മികച്ചതായിരുന്നു. 7ാമത്തെ മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ പിറന്നു. പിന്നാലെ ഒരിക്കൽ കൂടി എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്ന് ഒസ്മാൻ ഡംബലയുടെ ഗോൾ പിറക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ ലീഡിലേക്ക് 20 മിനിറ്റിനുള്ളിൽ പോകുന്നു. അതായത് ഹൈഡ്രേഷൻ ബ്രേക്കിന് മുമ്പ് അവർ 2 ഗോളുകൾക്ക് മുന്നിൽ പോയി. പക്ഷെ തൊട്ട് പിന്നാലെ തന്നെ ആസഗാർഡിലൂടെ ഒരു ഗോള് നോർവേ മടക്കുകയും ചെയ്തു. അപ്പം ഹൈഡ്രേഷൻ ബ്രേക്കിന് മുമ്പ് 3 ഗോളുകൾ. ഈ കളിയിൽ എന്തെല്ലാമോ സംഭവിക്കുമെന്ന സൂചന അവിടെ ലഭിക്കുന്നു. 32ാമത്തെ മിനിറ്റിൽ ഷൂമനിയുടെ അസിസ്റ്റിൽ നിന്ന് ഒസ്മാൻ ഡംബലയുടെ 3ാമത്തെ ഗോൾ കൂടി പിറന്നതോടെ ഫ്രാൻസ് കളി പിടിച്ചു കഴിഞ്ഞിരുന്നു. വേള സമയത്ത് മത്സരം 1-3 ഫ്രാൻസ് ലീഡെടുത്തതാണ്. പിന്നീട് കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഡിസേഡോവിൻ്റെ ഗോൾ പിറക്കുന്നത്. ബർക്കോളയുടെ അസിസ്റ്റിൽ നിന്ന് ഡിസേഡോവിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ 4-1 ഗംഭീര വിജയത്തോടുകൂടി ഫ്രാൻസ് ആ ഗ്രൂപ്പിൽ 1ാം സ്ഥാനം അങ്ങ് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കയറി. അതേസമയം മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇതിൽ ഗുയയുടെ ഇരട്ട ഗോളുകൾ, പിന്നെ ഇസ്മായിൽ അസാറിൻ്റെ ഒരു ഗോള്, ദുയാരെ, എൻഡിയെ എന്നിവർ ഓരോ ഗോളുകൾ നേടുകയുണ്ടായി. സെനഗൽ 3ാം സ്ഥാനമാണ്. അവർ ആദ്യ 2 കളികളിൽ അത്ര മികച്ച പ്രകടനം വരാതിരുന്നപ്പോൾ കളി കഴിഞ്ഞു എന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ 3ാം സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഫ്രാൻസ് 3 കളി 9 പോയിൻറ്റ് ഗ്രൂപ്പ് ഐയിൽ നിന്ന് 1ാം സ്ഥാനത്ത്. നോർവേ 3 കളി 6 പോയിൻറ്റ് ഗ്രൂപ്പ് ഐയിൽ നിന്ന് 2ാം സ്ഥാനത്ത്. സെനഗൽ 3 കളി 3 പോയിൻറ്റ് ഗ്രൂപ്പ് ഐയിൽ നിന്ന് 3ാം സ്ഥാനം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.